നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. പ്രമേഹത്തെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും നമുക്കിടയിലുണ്ട്. ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഇന്ന് ഡോക്ടർ ലൈവ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് വടകര പാർക്കോ ഹോസ്പിറ്റലിലെ എക്സിക്യൂട്ടീവ് ആൻഡ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നസീർ പി. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ പ്രമേഹം എന്ന് പറയുമ്പോൾ പലരിലും പല രീതിയിലുള്ള പ്രമേഹമാണ് ഉണ്ടാകുന്നത്, ടൈപ്പ് 1, ടൈപ്പ് 2 അങ്ങനെ. ഇതൊന്ന് വിശദീകരിച്ച് തരാമോ? പ്രമേഹം ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. പ്രമേഹത്തിൻ്റെത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഒരു പാൻക്രിയാസ് എന്നുള്ള ഒരു ഗ്രന്ഥിയുണ്ട്. ഈ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയിൽ നിന്ന് ബീറ്റ സെൽസിൽ നിന്നാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ആമാശയത്തിൻ്റെ അടുത്തുള്ള ഒരു ഗ്രന്ഥിയാണ്. പാൻക്രിയാസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ പല സെൽസും ഉണ്ട്, ബീറ്റ സെൽസ് ഉണ്ട്, ആൽഫ സെൽസ് ഉണ്ട്. ഇതിൽ നിന്നുള്ള ബീറ്റ സെൽസിൽ നിന്നാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്. സാധാരണ കുട്ടികളിലൊക്കെ കണ്ടുവരുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. അതിൽ സാധാരണഗതിയിൽ ഈ ബീറ്റ സെൽസിൽ നിന്നുള്ള മുഴുവനായിട്ട് ബീറ്റ സെൽസ് നശിപ്പിക്കപ്പെടുകയും അതിൽ നിന്ന് ഇൻസുലിൻ തീരെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് 1 ഡയബറ്റീസിൽ അതുകൊണ്ടാണ് ഇൻസുലിൻ മാത്രമേ അതിൽ ഫലിക്കുള്ളൂ. ടൈപ്പ് 1 ഡയബറ്റീസിൽ പൂർണ്ണമായും ഈ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയിലുള്ള ബീറ്റ സെൽസ് നശിപ്പിക്കപ്പെടുന്നത് കൊണ്ട് അത് ഈ ഇൻസുലിൻ മാത്രം വെച്ചിട്ടാണ് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിൽ ഗുളികകൾ ഫലിക്കാത്തത്. പിന്നെയുള്ളത് സാധാരണ നമ്മൾ വലിയ ആൾക്കാരിലൊക്കെ കണ്ടുവരുന്ന പ്രമേഹമാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. ഈ ടൈപ്പ് 2 ഡയബറ്റീസിൽ സാധാരണ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ബീറ്റ സെൽസ് പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണ തുടക്കത്തിലൊരു ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ആളാണെങ്കിൽ സാധാരണ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ അളവ് നോക്കുകയാണെങ്കിൽ സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ സംഭവിക്കുന്നത് ഈ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഇൻസുലിൻ വേണ്ട രീതിയിൽ അത് പ്രവർത്തിക്കുന്നില്ല. അതിന് പല കാരണങ്ങളാണ്. എക്സസൈസിൻ്റെ കുറവും ഇന്നത്തെ ജീവിതശൈലിയും ഒരുപാട് കാരണങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. ഇൻസുലിൻ വേണ്ട രീതിയിൽ അത് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇൻസുലിൻ്റെ സാധാരണ ചെയ്യുന്ന ഫങ്ഷൻസ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. അതാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. അല്ലാതെ തന്നെ സെക്കൻഡറി ഡയബറ്റീസ് പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയിൽ കല്ല് വന്നിട്ട് കാൽക്കുലസ് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയും. ഇതിൽ കല്ല് വന്നിട്ട് ബ്ലോക്ക് വന്നിട്ട് അങ്ങനെ ഇൻഫെക്ഷൻ വന്നിട്ട് വരുന്ന ഡയബറ്റീസ് ഉണ്ട്. പിന്നെ ഈ ഗർഭാവസ്ഥയിൽ വരുന്ന ജസ്റ്റേഷണൽ ഡയബറ്റീസ് മിലറ്റസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് തരങ്ങളുണ്ട്. പക്ഷേ പ്രധാനമായും നമ്മുടെ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ടൈപ്പ് 1 ടൈപ്പ് 2 ആണ്. അല്ലാതെ പലതരം ഇതുണ്ട്. അതിപ്പോൾ ഇപ്പോൾ നമുക്ക് ചർച്ചയിൽ നമുക്കത് പ്രസക്തമല്ല. അപ്പോൾ ടൈപ്പ് 1 ടൈപ്പ് 2 ആണ് പ്രധാനപ്പെട്ട 2 ഗ്രൂപ്പുകൾ. കോളുണ്ട് ഡോക്ടർ. അതിനുശേഷം ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ മലപ്പുറം നിന്നാണ് പുഷ്പ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം സാർ. അതെ, നമസ്കാരം, ചോദിച്ചോളൂ. പ്രമേഹം തുടങ്ങിയിട്ട് എനിക്ക് 1.5 വർഷമായി. ഞാൻ ഇപ്പോഴും ഗുളിക കുടിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് നോർമലാവും, വീണ്ടും ഉണ്ടാവും, കൂടും, പിന്നെ നോർമലാവും. അങ്ങനെയാണ്. വളരെ സാധനങ്ങളൊന്നും ഞാൻ കഴിക്കുന്നില്ല. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്നുള്ളതെന്ന് അറിയണം സാർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രമേഹം ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. നിങ്ങളുടെ മെയിനായിട്ടുള്ള പ്രശ്നം ഈ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയിൽ നിന്ന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളൊരവസ്ഥയുണ്ട്. അപ്പോൾ മസ്കുലാർ ലെവലിൽ ഇൻസുലിൻ അപ്ടേക്ക്, അത് ഇൻസുലിൻ സെല്ലിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് വേണ്ട രീതിയിൽ നടക്കുന്നില്ല. അതാണ് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ളൊരു പ്രശ്നം. അതിൻ്റെ കൂടെ തന്നെ ഇൻസുലിൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇപ്പോൾ എടുക്കുന്നില്ല, നിർത്തി, ഗുളിക മതിയെന്ന് ഡോക്ടർ പറഞ്ഞു. അത് എല്ലാ പ്രമേഹത്തിലും ടൈപ്പ് 2 ഡയബറ്റീസിൽ തുടക്കത്തിൽ തന്നെ കൂടുതലായിട്ട് ക്രമാതീതമായ ഷുഗർ കൂടുതലുണ്ടെങ്കിൽ ബീറ്റ സെൽസിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടക്കത്തിൽ ചിലപ്പോൾ നമ്മൾ ഇൻസുലിൻ തുടങ്ങും. എന്നിട്ട് ഒന്ന് കൺട്രോൾ ആയതിനു ശേഷം ബീറ്റ സെൽസിനൊന്ന് റെസ്റ്റ് കൊടുത്തിട്ട് പൂർണ്ണമായും ബീറ്റ സെൽസ് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് തുടക്കത്തിൽ ഇൻസുലിൻ കൊടുത്തിട്ട് അത് ബീറ്റ സെൽസിന് കുറച്ച് റെസ്റ്റ് കൊടുത്തതിന് ശേഷം ഇൻസുലിൻ കൊടുത്തു പിന്നെ ഗുളികയിലേക്ക് മാറ്റുന്ന ഒരു രീതിയുണ്ട്. അതായിരിക്കും മിക്കവാറും നിങ്ങളുടെ കേസിൽ ഡോക്ടർ സ്വീകരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളുടേത് ഈ ഗുളിക കൊണ്ടോ അല്ലെങ്കിൽ ഈ ഇൻസുലിൻ കൊണ്ടോ മാത്രം ചികിത്സിക്കാൻ പറ്റിയ ഒരു അസുഖമല്ല പ്രമേഹം. ഇത് ജീവിതശൈലി, ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ് പറയുക. ജീവിതശൈലി രോഗം, ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഭക്ഷണ രീതികൾ,
ഭക്ഷണ രീതികൾ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളും ധാരണകളും ഉണ്ട്. അപ്പോൾ ഈ എങ്ങനെ കഴിക്കണം, ഏത് രീതിയിൽ കഴിക്കണം, നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അത് വേണ്ട രീതിയിൽ പിന്നെ അത് പ്രാവർത്തികമാക്കാതെ ഗുളികകൾ കൊണ്ട് മാത്രം ഒരു പ്രമേഹം ഒരിക്കലും നമുക്ക് ചികിത്സിക്കാനാവില്ല. രണ്ടാമത്തത് അതിൻ്റെ കൂടെ തന്നെ അതേ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ പിന്നെ എക്സസൈസ് അല്ലെങ്കിൽ എയറോബിക് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. എയറോബിക് എക്സസൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മസിലുകൾ അത് കൂടുതൽ വർക്ക് ചെയ്യുകയും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇൻസുലിൻ സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്ത ആ അവസ്ഥ മാറുകയും ഉള്ള ഇൻസുലിൻ തന്നെ കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും നിങ്ങളുടെ ഗുളികകളുടെയും ഇത് രണ്ടും ഇപ്പോൾ ഭക്ഷണ നിയന്ത്രണവും അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പിന്നെ ഈ എക്സസൈസും വേണ്ട രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഗുളികയുടെയോ അല്ലെങ്കിൽ ഈ ഇൻസുലിൻ്റെയോ പിന്നെ തോത് നമുക്ക് കുറക്കാൻ പറ്റും. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഈ കാര്യങ്ങൾ മൂന്നും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രമേഹം വേണ്ട രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ, ഈ പ്രമേഹം എന്ന് പറഞ്ഞാൽ വെറും ഒരു ശരീരത്തിൽ ഒരു ഷുഗർ കൂടുക എന്നുള്ളൊരവസ്ഥ മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മെറ്റബോളിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അസുഖമാണ്. അത് കണ്ണിനെയും കിഡ്നിയെയും ഹാർട്ടിനെയും ഒക്കെ ബാധിക്കും. ഇതൊക്കെ ബാധിച്ച് കഴിഞ്ഞിട്ട് എന്തൊക്കെ കൺട്രോൾ ചെയ്താലും അത് വീണ്ടും നിങ്ങളുടെ പഴയ രീതിയിലേക്ക് ഒരിക്കലും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. കിഡ്നിക്കൊക്കെ ബാധിച്ചു കഴിഞ്ഞ് തുടക്കത്തിൽ തന്നെ അത് നമ്മൾ വേണ്ട രീതിയിൽ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഡയാലിസിസും കിഡ്നി മാറ്റിവെക്കൽ അങ്ങനെ ഒരുപാട് ചിലവേറിയ നിങ്ങൾ ഒരിക്കലും പിന്നെ പൂർണ്ണ ആരോഗ്യാവസ്ഥയിലേക്ക് വരാത്ത അവസ്ഥകളാണ്. അതേപോലെ കണ്ണിന് ബാധിച്ചു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കഴിയുമെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ അത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടും. അപ്പോൾ അതെ അഡ്മിറ്റായി 14 ദിവസം കിടന്ന് ഇൻസുലിൻ അവിടുന്ന് കുത്തി. പിന്നെ വീട്ടിൽ വന്നു. പിന്നെ എനിക്ക് നടക്കാനൊന്നും വയ്യാതായി. ഒരുപാട് തളർന്നു പോയി. ഞാൻ തളർച്ചയായിട്ട് കാലും കഴിയൊന്നും നിൽക്കൂല. എന്നാലും ഇങ്ങനെ എനിക്കൊന്നും വയ്യാത്ത അവസ്ഥയായിരുന്നു. ഇപ്പൊ ശരീരത്തിൽ ഭയങ്കര വേദന എനിക്ക് രാത്രിയൊന്നും കടന്ന് ഉറക്കം കിട്ടില്ല. വേദന പ്രമേഹം കൊണ്ട് അങ്ങനെ വേദനകൾ വരില്ല. അത് വേദനകൾ ഉണ്ടെങ്കിൽ യൂറിക് ആസിഡും മറ്റേ ESR ഒക്കെ നിങ്ങൾ ഡോക്ടർ മറ്റുള്ള ടെസ്റ്റുകൾ ചെയ്ത് ഒക്കെ നോക്കി സാർ. 2-3 പ്രാവശ്യം, ഒരു കൊല്ലത്തിൽ 3 പ്രാവശ്യം നോക്കി. ഒന്നുമില്ല എനിക്ക്. ഇല്ല, ESR ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല, തൈറോയ്ഡ് ഇല്ല. പ്രമേഹം കൊണ്ട് നേരിട്ട രീതിയിൽ അങ്ങനെ വേദനകൾ പ്രമേഹം കൊണ്ട് വരില്ല. അത് പല കാരണങ്ങൾ കൊണ്ട്, നിങ്ങളുടെ എല്ലിൻ്റെ ബലക്കുറവ് കൊണ്ട് വരാം, നിങ്ങളുടെ ഈ പിന്നെ വൈറ്റമിൻ B12 അളവ് നോക്കണം, അങ്ങനെ ESR നോക്കണം, യൂറിക് ആസിഡ് നോക്കണം, അങ്ങനെ മറ്റുള്ള പല ടെസ്റ്റുകളുണ്ട്. അത് പ്രമേഹമായി ബന്ധപ്പെട്ട പിന്നെ അവസ്ഥയല്ല വേദനകൾ. അപ്പോൾ അത് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് പറയും. വിളിച്ചതിന് നന്ദി ഡോക്ടർ. മറ്റൊരു കോളും കൂടി ഉണ്ട്. ഹലോ കോൾ കട്ടായെന്ന് തോന്നുന്നു. ഡോക്ടർ, ഈ പ്രമേഹം വന്നിട്ടുണ്ടെന്ന് തിരിച്ചറിയാൻ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ടെസ്റ്റുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സാധാരണ മുമ്പൊക്കെ നമ്മൾ വളരെ ലേറ്റ് ആയിട്ടാണ് ഈ പ്രമേഹത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ സാധാരണ 40, 45, 50 വയസ്സൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ജീവിതശൈലി കൊണ്ടാവണം ഇപ്പോൾ പലരിലും വളരെ യങ് ഏജിൽ തന്നെ ഇപ്പോൾ ഡയബറ്റിക് പിന്നെ ഈ ജനറ്റിക് പ്രൊഡോമിനൻസ് ഉള്ള ഫാമിലികളിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു 30-35 വയസ്സിൽ തന്നെ ഒരുപാട് പ്രമേഹ രോഗികൾ ഒരു 2015-20 ആകുമ്പോഴേക്കും ചിലപ്പോൾ ഇന്ത്യ ലോകത്തിൻ്റെ ഡയബറ്റിക് ക്യാപിറ്റലായി മാറും. ഒരുപാട് ഇത് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടാണ്. ഒന്ന് പിന്നെ ഈ കലോറി കൂടുതലുള്ള ഭക്ഷണ രീതികൾ, നമ്മുടെ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ, അത് വലിയൊരു ഫാക്ടറാണ്. പിന്നെയുള്ളത് നമ്മുടെ എക്സസൈസ് വളരെ കുറവാണ്. ഇപ്പോൾ കൂടുതലും ഈ സ്കൂൾ വിദ്യാർത്ഥികൾ പോലും ബൈക്കിലാണ് പോകുന്നത്. 10-12+2 ആകുമ്പോഴേക്കും അവർ ബൈക്കിലാണ് പോകുന്നത്. ഓഫീസിലാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് നേരെ കാറിലേക്ക് കയറുകയും ഓഫീസിൽ നേരെ പോർച്ചിൽ നിർത്തി ലിഫ്റ്റിലേക്ക് പോകുന്നൊരവസ്ഥ. അപ്പോൾ നമ്മുടെ ഈ കലോറി കൂടുതലുള്ള ഭക്ഷണം കഴിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ബോഡിക്ക് എക്സസൈസും അതിനനുസരിച്ചുള്ള ബോഡിക്കുള്ള എക്സസൈസ് കിട്ടാത്തത് കാരണം ആ ഒരു അസന്തുലിതാവസ്ഥ വരും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ ആയാസവും തമ്മിലുള്ള നമ്മൾ ചെയ്യുന്ന എക്സസൈസും അല്ലെങ്കിൽ ഫിസിക്കൽ ഔട്ട്പുട്ടും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ട്. ഈ ബാലൻസ് തെറ്റുമ്പോഴാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ പലതും വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു ബർഗർ അല്ലെങ്കിൽ ഒരു പിസ്സ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 2-3 ദിവസത്തിന് ആവശ്യമുള്ള കലോറി നമുക്ക് അപ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ അന്നും പിറ്റേ ദിവസം കഴിക്കുന്ന എല്ലാ പിന്നെ ഭക്ഷണങ്ങളും എക്സസ് കലോറിയാണ്. ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ്, അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഹൈ കലോറിയാണ്. അപ്പോൾ അത് ഇപ്പോൾ നമ്മളൊരു ഫാസ്റ്റ് ഫുഡ് ജോയിനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഒരു പിന്നെ ബർഗർ അല്ല അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ആയിക്കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിന് സാധാരണ ഒരാൾക്ക് വേണ്ട ഊർജ്ജമോ അല്ലെങ്കിൽ കലോറി അതുവഴി കിട്ടുന്നുണ്ട്.
അപ്പോൾ പിന്നെ അതിന് പുറമെ കഴിക്കുന്നതൊക്കെ എക്സസ് കലോറിയാണ്. അത് നമ്മുടെ ശരീരത്തിൽ ദുർമേധസ്സായി അല്ലെങ്കിൽ ഫാറ്റായിട്ട് നമ്മുടെ അബ്ഡോമനിലൊക്കെ അടിഞ്ഞുകൂടുകയും അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് നയിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ അവർക്ക് ദാഹം കൂടുതൽ, ക്ഷീണം കൂടുതൽ, പിന്നെ ഈ വെയിറ്റ് കുറയും, നന്നായിട്ട് വെയിറ്റ് കുറയും. കാരണം പിന്നെ ഗ്ലൂക്കോസ് ഇങ്ങനെ യൂറിനിൽ പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ വെയിറ്റ് കുറയും. പിന്നെ രാത്രിയൊക്കെ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കേണ്ടി വരും, തൊണ്ട വരൾച്ച, പിന്നെ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് വരിക. സാധാരണ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറാൻ ചിലപ്പോൾ കുറച്ച് കൂടെ താമസിക്കും ഡയബറ്റീസ് ഉള്ളവർക്ക്. അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥ ഒരു 30 വയസ്സിന് ശേഷമുള്ളവർക്ക് നിർബന്ധമായി, പ്രത്യേകിച്ചിട്ട് ഒരു പിന്നെ വീട്ടിൽ പ്രമേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററി കൂടി ഉണ്ടെങ്കിൽ, ഒരു ജനറ്റിക് പ്രൊഡോമിനൻസ് ഉണ്ടെങ്കിൽ നിർബന്ധമായും പിന്നെ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ പലരും ആ ടെസ്റ്റ് ചെയ്യുന്നതിൽ തന്നെ പലർക്കുമുള്ള തെറ്റിദ്ധാരണ, പലപ്പോഴും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പലപ്പോഴും വളരെ റെഗുലറായിട്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്യുന്ന പല പേഷ്യൻസും അവർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മാത്രം ടെസ്റ്റ് ചെയ്തു വരും. അവിടെയും ചിലപ്പോൾ ഈ തുടക്കത്തിൽ ഈ പ്രമേഹത്തിൻ്റെ ടൈപ്പ് 2 ഡയബറ്റീസിൽ തുടക്കത്തിൽ ചിലപ്പോൾ പലപ്പോഴും ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമലായിരിക്കും. ഭക്ഷണത്തിന് ശേഷമുള്ള അല്ലെങ്കിൽ PPBS എന്ന് പറയുന്ന ഭക്ഷണം കഴിച്ചു 2 മണിക്കൂറുള്ള PPBS ആണ് കൂടുതലും പലപ്പോഴും പ്രമേഹത്തിൻ്റെ തുടക്കത്തിലൊക്കെ കൂടുക. അപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മാത്രം ചെയ്തതുകൊണ്ട് എനിക്ക് ബ്ലഡ് ഷുഗർ ഇല്ല എന്ന് ഒരാൾക്ക് പറയാൻ പറ്റില്ല. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും അതിൻ്റെ കൂടെ PPBSഉം സംശയമുണ്ടെങ്കിൽ 3 മാസത്തെ ആവറേജ് നോക്കുന്ന HbA1c എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ 3 മാസത്തെ പഞ്ചസാരൻ്റെ ആവറേജ് നോക്കുന്ന ടെസ്റ്റാണ്. അത് പ്രമേഹമുണ്ട് ഇപ്പോൾ ഒരു പിന്നെ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ്റെ ഒക്കെ ഒരു ഗൈഡ് ലൈനായിട്ട് തന്നെ വന്നു. HbA1c ഡയഗ്നോസ്റ്റിക് പിന്നെ ക്രൈറ്റീരിയ ആയിട്ട് തന്നെ അത് വന്നിട്ടുണ്ട്. അപ്പം ഇത്തരം ടെസ്റ്റുകളൊക്കെ ചെയ്ത് അത് ഒരു പിന്നെ ഉറപ്പുവരുത്തൽ നിർബന്ധമാണ്. ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോളും കൂടി ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് രാധാകൃഷ്ണൻ, വൈക്കം എന്നാണ് വിളിക്കുന്നത്, കോട്ടയം ജില്ലയിലെ വൈക്കം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സാർ. ഹലോ രാധാകൃഷ്ണൻ സാർ. ഹലോ, കേൾക്കാമോ സാർ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാനൊരു 7-8 വർഷമായിട്ട് ഡയബറ്റിക്കിന് മരുന്ന് കഴിക്കുന്നതാണ്. ഈ അടുത്ത നാളില് ഡയബറ്റിക് ലേശം കൂടിയിട്ട് ഗ്ലേറി M1 ആണ് കഴിച്ചിരുന്നത്, M2 ആക്കി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കാലിലൊക്കെ ചെറിയ നീര് കണ്ടിട്ട് മറ്റേ ക്രിയാറ്റിനും ഫോസ്ഫേറ്റും ഒക്കെ നോക്കി കഴിഞ്ഞപ്പോ ലേശം പ്രശ്നമുണ്ട്. അപ്പൊ അതിന് ഡോക്ടർ മരുന്ന് കുറിച്ച് തന്നു. പക്ഷെ എനിക്ക് ആ ഒരു സിറപ്പാണ്, അതിന് എനിക്ക് അലർജി ആവണം സിറപ്പ്. അപ്പൊ പകരം ഡോക്ടറെ മരുന്ന് വെച്ചപ്പോ ഡോക്ടർ പകരം ഒന്നും കുറിച്ച് തന്നില്ല. അപ്പൊ ഇതിന് പകരം മരുന്നൊന്നും ഇല്ലേ ഡോക്ടർ? അതറിയാനാണ് വിളിച്ചത്. ഇപ്പൊ സാധാരണ ഷുഗർ നിൽക്കുന്ന ഒരു ഭക്ഷണത്തിന് ശേഷം ഒരു 200 അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് നിൽക്കും. ഇന്ന് പ്രമേഹത്തിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, ഒരുപാട് ഗുളികകളും പിന്നെ ഇൻസുലിനും ഇന്ന് ലഭ്യമാണ്. അതിന് നിങ്ങളുടെ ശരീരപ്രകൃതവും എല്ലാവർക്കും ഒരേപോലെയുള്ള ഗുളികകളല്ല. ഒരു ഗുളിക നമ്മൾ ഒരു രോഗിക്ക് ഒരു ഗുളിക കുറിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഗുളികകൾ കുറിച്ച് കൊടുക്കുക. ഇപ്പോൾ പ്രമേഹമുള്ളവർ തടി കൂടുതലുണ്ടെങ്കിൽ പിന്നെ ഗുളികകൾ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ പല കാര്യങ്ങൾ. ഇപ്പോൾ പ്രഷറുള്ള പിന്നെ പ്രമേഹ രോഗിയാണെങ്കിൽ ഗുളികകളിൽ വ്യത്യാസം ഉണ്ടാവും. ഹൃദയരോഗമുള്ളവരാണെങ്കിൽ രോഗത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ പ്രമേഹം കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഒരു ഷുഗർ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ പഞ്ചസാരയുടെ അളവ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കണ്ണിനെയും കിഡ്നിയെയും ഒക്കെ പ്രമേഹം ബാധിക്കുന്നത് തടയാൻ വേണ്ടിയാണ്. ഇതൊക്കെ വന്നതിന് ശേഷം നമ്മൾ തിരിച്ചറിഞ്ഞത് കൊണ്ട് പിന്നെ കാര്യമില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നീരുണ്ടെങ്കിൽ സാധാരണ പഞ്ചസാര കിഡ്നിക്ക് ബാധിക്കുമ്പോൾ ക്രിയാറ്റിനിൻ വളരെ ലേറ്റായിട്ട് വരുന്ന ഒന്നാണ്. ആദ്യമായി നമ്മുടെ ഇതിലേക്ക് വരിക ടെസ്റ്റ് ചെയ്യേണ്ടത് മൈക്രോ ആൽബുമിൻ, യൂറിൻ മൈക്രോ ആൽബുമിനാണ്. യൂറിൻ മൈക്രോ ആൽബുമിനാണ് ആദ്യമായി പോസിറ്റീവ് ആണെങ്കിൽ അത് ആ സമയത്ത് തന്നെ നമ്മൾ വേണ്ട രീതിയിൽ അതിൻ്റെതായ ഗുളികകളും കൺട്രോളും ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ പ്രോഗ്രസ് ചെയ്തു അത് കിഡ്നി അസുഖത്തിലേക്ക് പോകുന്നത് നമുക്ക് തടയാം. രണ്ടാമതുള്ളതാണ് യൂറിൻ മാക്രോ ആൽബുമിൻ. സാധാരണ നമ്മൾ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ടെസ്റ്റ് ചെയ്യുന്നതാണ് മൈക്രോ ആൽബുമിൻ. അതും കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജാണ് ക്രിയാറ്റിനിൻ. ക്രിയാറ്റിനിൻ നമ്മുടെ 1.4ൻ്റെ മേലെ ആകുമ്പോഴേക്ക് നമ്മുടെ കിഡ്നിയുടെ 50% ഫങ്ഷൻ പോയിട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്ത് തിരിച്ചറിഞ്ഞത് കൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ മുൻകൂട്ടി യൂറിൻ മൈക്രോ ആൽബുമിനും മാക്രോ ആൽബുമിനും ഒക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് വേണം ഈ പ്രമേഹം കിഡ്നിയെ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്താൻ.
അപ്പോൾ നിങ്ങളുടെ നീര് അത് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഘടകം നിങ്ങളുടെ പഞ്ചസാരയും പ്രഷറും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ തുടക്കത്തിൽ ഇപ്പോൾ മൈക്രോ ആൽബുമിനോ അല്ലെങ്കിൽ മാക്രോ ആൽബുമിനോ പോസിറ്റീവ് ആണെങ്കിൽ അതിന് പിന്നെ ഈ ARB അല്ലെങ്കിൽ ACE ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞ സാധാരണ നമ്മൾ പ്രഷറിന് കൊടുക്കുന്ന ചില ഗുളികകളുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അത് നിങ്ങളുടെ ഡോക്ടർ പ്രഷറും കൂടെ നോക്കി ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തീർച്ചയായും ചെയ്യുന്നതാണ്. അല്ല, എനിക്ക് പ്രഷറുണ്ട്, നല്ല വണ്ണമുണ്ട്, ഉയരക്കുറവാണ്. അതാണ്. അപ്പം ഈ പല പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നിങ്ങളുടെ പിന്നെ ഈ കൊളസ്ട്രോളിൻ്റെ ലെവൽ നോക്കണം. പിന്നെ നിങ്ങളുടെ ഈ ലിവറിൽ കൊഴുപ്പടിഞ്ഞ് കൂടിയിട്ട് ഫാറ്റ് ലിവർ എന്ന് വരുന്ന അവസ്ഥയുണ്ട്. അതെ. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബോഡി പ്രൊഫൈലും കൂടെ പിന്നെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഏത് തരം ഗുളികയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇൻസുലിൻ വേണോ. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെയും ഗുളികകൾ കൂട്ടുന്നതിൽ നല്ലത് ഗുളികയാണോ നല്ലത്. പലർക്കും സംശയമുള്ളതാണ്. ഗുളികയാണോ നല്ലത് ഡോക്ടറെ, അല്ലെങ്കിൽ ഇൻസുലിനാണോ നല്ലതെന്ന് പല രോഗികളും ചോദിക്കുന്നതാണ്. അങ്ങനെ ഗുളികയാണോ നല്ലത്, അങ്ങനെ ഒരു രണ്ടും നല്ലതാണ്. ഒരു പരിധി വരെ നിങ്ങളുടെ ഗുളികകൾ കൊണ്ട് നിങ്ങളുടെ പ്രമേഹം കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ഗുളികയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല. കാരണം ഇന്ന് പ്രമേഹത്തിന് വേണ്ടി ലഭ്യമാകുന്ന ഗുളികൾ ഒരുപാട് വർഷമായിട്ട് നാം ഉപയോഗിക്കുന്ന ഗുളികകളാണ്. പിന്നെ അതുകൊണ്ട് ഒരു പരിധി വരെ ഗുളിക കഴിച്ചിട്ടും കൺട്രോൾ ആവുന്നില്ലെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഇൻസുലിനേക്ക് മാറ്റേണ്ടതാണ്. ഇൻസുലിൻ തന്നെ പല ടൈപ്പ് ഉണ്ട്. അത് നിങ്ങളുടെ ബോഡി പ്രൊഫൈലും നിങ്ങളുടെ പിന്നെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഏത് തരം ഇൻസുലിൻ നിങ്ങൾക്ക് ആണ് നല്ലത് എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾ തീരുമാനിക്കുന്നത്. ഡോക്ടർ ഡോസേജ് കൂട്ടി, അപ്പോൾ എനിക്ക് ഷുഗർ കുറയുന്നു. അത് പിന്നെ കുറഞ്ഞു പോകാത്ത തരത്തിലുള്ള നമ്മുടെ കുറഞ്ഞു പോകാത്ത തരത്തിലുള്ള ഗുളികകൾ ലഭ്യമാണെന്ന്. ഇന്ന് പുതിയ തരം ഗുളികകൾ ലഭ്യമാണ്. അത് നിങ്ങളുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് അനുസരിച്ച് മാത്രമേ അത് പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ ആ തരത്തിലുള്ള അങ്ങനെ കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ചില ഗുളികകളുണ്ട്. അത് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും അത് ഷുഗർ പെട്ടെന്ന് ഡൗൺ ആയി പോകില്ല. നിങ്ങളുടെ ഗ്ലൂക്കോസ് അനുസരിച്ച് മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ. ആ തരത്തിലുള്ള ഗുളികകളിലേക്ക് ചിലപ്പോൾ മാറ്റേണ്ടി വരും. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോളും കൂടി ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? കോഴിക്കോട് ചന്തു എന്ന് പറഞ്ഞ ആളാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ 91 മുതൽ അറ്റാക്ക് പേഷ്യൻ്റാണ് ഇപ്പൊ. പിന്നെ 2 കൊല്ലമായിട്ട് ഷുഗറിന്റെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. അത് ഭക്ഷണം കഴിക്കാതെ 30 എത്തിയപ്പോ 2 മെറ്റ്ഫോമിനായി ദിവസം കഴിക്കല്. ഇപ്പൊ ഒരു 105 ആയപ്പോ ഒരു മെറ്റ്ഫോമിനാ കഴിക്കല്. പക്ഷെ ചില സമയത്ത് ഈ ക്രമീകരണത്തെ എത്തുമ്പോ ഞാന് ചില പ്രത്യേക സാധനമൊക്കെ നുണ കൊണ്ട് കഴിച്ചു പോയാൽ 2 മെറ്റ്ഫോമിൻ കഴിക്കും. അതുകൊണ്ട് എന്താ ഗുണോ ദോഷം ഉണ്ടോന്നൊന്നും അറിയാൻ. സാധാരണഗതിയിൽ ആ ക്രമം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നതാണ് നല്ലത്. പക്ഷേ മനുഷ്യനാണ് ചിലപ്പോൾ കഴിച്ചു പോകും. അങ്ങനെ വരുമ്പോൾ നിങ്ങളെ ഷുഗർ നോക്കിയിട്ട് കഴിക്കുന്നത് നല്ലത്. അപ്പോൾ ഇടയ്ക്ക് മെറ്റ്ഫോർമിൻ 2 കഴിക്കുക 1 കഴിക്കുന്നത് നല്ല രീതിയല്ല. അതെ, അത് നിങ്ങളുടെ ഷുഗർ നോക്കിയിട്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുകയാണ് നല്ലത്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഇന്ന് 2 കഴിക്കുക, വേറെ ഷുഗർ ഒന്നും ടെസ്റ്റ് ചെയ്യാതെ തന്നെ നാളെ 1ലേക്ക് മാറ്റുക എന്നുള്ളത് ഒരു നല്ല പ്രവണതയല്ല. അതെ, പറഞ്ഞോളൂ. ലിവറിൻ്റെ അതാണ് ഈ ലിവറിൽ കൊഴുപ്പടിഞ്ഞ് ഫാറ്റ് ലിവറൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഗുളികകളിലേക്ക് മാറേണ്ടി വരും. ചില ഗുളികൾ പിന്നെ ലിവർ അസുഖത്തിലും കഴിക്കാൻ ഉണ്ടാത്ത ചില പഞ്ചസാരയുടെ ഗുളികകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ പ്രമേഹത്തിൽ നിങ്ങളുടെ ഹാർട്ടിൻ്റെ പിന്നെ അവസ്ഥയും നിങ്ങളുടെ ലിവറിൻ്റെ അവസ്ഥയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഗുളികകൾ സാധാരണ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുക. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ഭക്ഷണ ക്രമീകരണത്തെ കുറിച്ച് പല അഭിപ്രായങ്ങളുമാണുള്ളത്. യഥാർത്ഥത്തിൽ എങ്ങനത്തെ ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടത്? ഈ ഭക്ഷണ രീതികളെ കുറിച്ചാണ് സാധാരണ ഈ പലപ്പോഴും പിന്നെ 10-20 ഒക്കെ വർഷം പ്രമേഹമുള്ള രോഗികൾ തന്നെ ഭക്ഷണ രീതികളെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളാണ്. ഈ തെറ്റിദ്ധാരണകൾ പിന്നെ ചിലർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കഴിക്കാതെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഉച്ചക്ക് മാത്രമേ കഴിക്കൂ എന്ന് വലിയ കാര്യമായിട്ട് പറയുന്നവരുണ്ട്. അങ്ങനെയല്ല. പഞ്ചസാര ഉള്ളവർ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനും പാടില്ല, വയറ് കാലിയാവാനും പാടില്ല. ഫ്രീക്വൻസി കൂട്ടിയിട്ട് ക്വാണ്ടിറ്റി കുറക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ 8 മണിക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ നിർബന്ധമായും 10 മണിക്ക് ഒരു ചെറിയൊരു സ്നാക്സ് നിർബന്ധമായും കഴിക്കേണ്ടതാണ്. 10 മണിക്ക് കഴിച്ചാൽ ലഞ്ച് 1-1:30 സമയത്ത് തന്നെ കഴിക്കുക, ക്വാണ്ടിറ്റി കുറക്കുക. ഈ രാവിലെ കഴിച്ചിട്ട് ഈ 10 മണിക്ക് ഒന്നും കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ 2 സാധ്യതകളുണ്ട്. ഒന്ന് ചിലപ്പോൾ ഷുഗർ കുറഞ്ഞു പോകും,
രണ്ടാമത്തത് ഭയങ്കര വിശപ്പായിരിക്കും, കൂടുതലായിട്ട് ഉച്ചയ്ക്ക് ചോറോ അല്ലെങ്കിൽ എന്താണ് കഴിക്കുന്നത് കഴിക്കാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. അപ്പോൾ അമിതമായി ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് പിന്നെ ഫ്രീക്വൻസി കൂട്ടിയിട്ട് ഈ ക്വാണ്ടിറ്റി കുറക്കുക എന്നുള്ളതാണ്. അതേപോലെ വൈകുന്നേരം 4 മണിക്കും ചെറിയൊരു സ്നാക്ക്. രാത്രി ഡിന്നറാണ് വളരെ ഏറ്റവും ഇന്ന് പ്രത്യേകിച്ച് പ്രവാസികളിൽ വളരെ ലേറ്റ് ആയിട്ടാണ് അവർ ഡിന്നർ കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയില്ല. ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റാണ്. ഡിന്നറാണ് ഏറ്റവും കുറച്ച് കഴിക്കേണ്ടത്. അപ്പോൾ ഡിന്നർ നേരത്തെ കഴിക്കുക, 8 മണിയുടെ മുമ്പായിട്ട് ഭക്ഷണം കഴിച്ച് കഴിയുക, ക്വാണ്ടിറ്റി കുറയ്ക്കുകയും ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഈ ഫ്രീക്വൻസി കൂട്ടിയിട്ട് ക്വാണ്ടിറ്റി കുറക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ കൺസെപ്റ്റ്. പിന്നെ കുറേ തെറ്റിദ്ധാരണകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചപ്പാത്തി കഴിക്കാൻ പല പേഷ്യൻസിനോട് രാത്രി പറഞ്ഞ് അവർ വിചാരിക്കും ഈ ഗോതമ്പത്തിൽ ഷുഗർ ഇല്ല എന്നുള്ളതാണ്. ഗോതമ്പവും അരിയും സാധാരണഗതിയിൽ ഷുഗറിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. വ്യത്യാസം വരുന്നത് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയുടെ. നമ്മളിപ്പോൾ ചോറ് ഇപ്പോൾ രാത്രി കഴിക്കുമ്പോൾ ചിലപ്പോൾ അതിനൊരു ക്വാണ്ടിറ്റി ഇല്ല. ഒരു സ്പൂണ്, ചെറിയ സ്പൂണും ആവാം, വലിയ സ്പൂണും ആവാം, വിശപ്പിനനുസരിച്ച് കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. അപ്പോൾ ചപ്പാത്തി ആകുമ്പോൾ സാധാരണഗതിയിൽ 1-2 ചപ്പാത്തി കഴിക്കുമ്പോൾ നമുക്കൊരു ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. അത് ഒരു 10 ചപ്പാത്തി എന്നതും ചോറുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. പലരുടെയും ചപ്പാത്തി ആണെങ്കിൽ എത്രയും തിന്നാ എന്നുള്ള പല കൺസെപ്റ്റാണ്. പിന്നെ അതേപോലെ ഉള്ളത് ഫ്രൂട്ട്സിനെ കുറിച്ചിട്ടാണ്. ഫ്രൂട്ട്സ് സാധാരണ ഇന്നത്തെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മിക്ക പേഷ്യൻസിനും ഷുഗർ, മാങ്ങയും ചക്കയും. അത് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയും. ഈ പ്രമേഹ രോഗികൾക്ക് ഇത് കഴിക്കാമോ പറ്റില്ല എന്നുള്ളത് നോക്കുന്നത് ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്. അത് സാധാരണഗതിയിൽ നമ്മൾ ഈ യൂറോപ്യൻ കൺട്രീസിലും US-ലൊക്കെ അതിൽ വളരെ വ്യക്തമായിട്ട് ഫുഡ് പാക്കിൽ നമുക്ക് ആ ഒരു കൾച്ചറിലേക്ക് നമ്മൾ വന്നിട്ടില്ല. എവിടെ എന്ത് ഭക്ഷണ രീതി വാങ്ങുമ്പോഴും അതിൻ്റെ ഈ എനർജി കണ്ടൻറ്റും അതിൻ്റെ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റും നോക്കുന്ന രീതിയിലേക്ക് നമ്മൾ വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഗ്ലൈസീമിക്സ് ഇൻഡെക്സ് ലോ ആയിട്ടുള്ള ഫൈബർ കൂടുതലുള്ള ഫ്രൂട്ട്സുകളാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അത് ഈ ഓറഞ്ച് മാതിരിയുള്ള, ആപ്പിൾ മാതിരിയുള്ളത്. ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ള മാംഗോ അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ ഈ മാങ്ങ, ചക്കയൊക്കെ കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇത് പ്രമേഹം തടയാനുള്ള മാർഗങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. പ്രമേഹം ഈ മെയിനായിട്ടുള്ള കൺസെപ്റ്റ് അത് ഈ ജീവിതശൈലി, ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഒരുവിധം നമുക്ക് പ്രമേഹം ജനറ്റിക്കലി വരുന്നത് കൊണ്ട് ഈ പലർക്കും എത്ര കൺട്രോൾ ചെയ്ത് ഞാൻ വളരെ കൺട്രോളിലാണല്ലോ ഡോക്ടറെ, പിന്നെ എന്താ എനിക്ക് പ്രമേഹം വരുന്നത് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ അത് 35 വയസ്സിൽ വരേണ്ട ജനറ്റിക്കലി വരാൻ സാധ്യതയുള്ള രോഗിക്ക് അവർ ഭക്ഷണ രീതിയും അതേപോലെ ഈ എക്സസൈസൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ 35 വയസ്സിൽ വരേണ്ട പ്രമേഹം ഒരു 50-55 വയസ്സ് വരെ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും. ഈ മുമ്പ് വളരെ തുടക്കത്തിൽ തന്നെ 30-35 വയസ്സിലൊക്കെ ഷുഗർ വന്നു കഴിഞ്ഞാൽ ഈ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കുറേ കാലം ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം ഡയബറ്റീസ് വരുമ്പോഴേക്കും അത് കണ്ണിനെയും കിഡ്നിയെയും ഹാർട്ടിനെയും ഒക്കെ ബാധിക്കുന്നൊരവസ്ഥ വരും. അപ്പോൾ അത് നമുക്ക് ഈ 35 വയസ്സിൽ നിന്ന് ഒരു 55 വയസ്സ് വരെയോ അല്ലെങ്കിൽ 60 വയസ്സ് വരെയോ നമുക്ക് അത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. അത് നമ്മുടെ ഈ ഭക്ഷണ രീതികൾ കൊണ്ടും ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ വലിയൊരു പ്രശ്നമാണ്. പിന്നെ അതേപോലെ നമ്മുടെ എക്സസൈസ് ഇല്ലാത്തത്, അത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ പ്രമേഹം ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. ഡോക്ടറിന് സമയോടെ പൂർണ്ണമായി പ്രമേഹത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി.